ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്പേസ് ചാനലിൻ്റെ വചന വിചിന്തന വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇന്ന് പള്ളിക്കൂദാശ കാലത്തിലെ 2ാം ഞായറാഴ്ചയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് പരിശുദ്ധ സഭ ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം 12ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇവിടെ ഈ ഭാഗത്ത് നാം 2 കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. ആദ്യമായി യേശുവും ശിഷ്യന്മാരും ഒരു വയലിനരികെ കൂടെ നടന്നു പോകുമ്പോൾ ശാബത്ത് ദിവസത്തിൽ തൻ്റെ ശിഷ്യന്മാർക്ക് വിശന്നു. അപ്പോൾ അവർ ഗോതമ്പ് മണി കതിര് പറിച്ച് ഭക്ഷിക്കുവാൻ തുടങ്ങി. ഇത് കണ്ട പരീശന്മാർ തൻ്റെ ശിഷ്യന്മാരെ വിമർശിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: നിന്റെ ശിഷ്യന്മാർ ശാബത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇതിന് മറുപടിയായിട്ട് ക്രിസ്തു പറയുന്നത്, പഴയ നിയമത്തിൽ ദാവീദിനും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ അവർ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കുവാൻ അനുവാദമില്ലാതിരുന്ന കാഴ്ചയപ്പം ഭക്ഷിച്ച് അവർ തൃപ്തരായി എന്ന് പറയും. തുടർന്ന് ക്രിസ്തു പറയുകയാണ്, ബലിയെ അല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ ഡിസേർവ് മേഴ്സി നോട്ട് സാക്രിഫൈസ്. ഈ തിരുവചനത്തിൻ്റെ 2ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത് ശാബത്തിൽ തന്നെ യേശു കൈ ശോഷിച്ച ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്നതായി നാം വായിക്കുന്നുണ്ട്. അവിടെ യേശു പരീശന്മാരോട് ചോദിക്കുകയാണ്, ശാബത്തിൽ ഒരുവന് സൗഖ്യം കൊടുക്കുന്നത് വിഹിതമാണോ എന്ന് ചോദിക്കുന്നു. തുടർന്ന് യേശു പറയുന്നു, നിങ്ങളിൽ ഒരുവന് ഒരു ആടുണ്ടായിരിക്കെ ആ ആട് കുഴിയിൽ വീണാൽ അതിനെ ശാബത്തിൽ നിങ്ങൾ രക്ഷിക്കുകയില്ലയോ? ഒരാടിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ശാബത്തിൽ നല്ലത് ചെയ്യുന്നത് വിഹിതം തന്നെയാണെന്ന് ക്രിസ്തു പഠിപ്പിക്കുകയാണ്. ഈ തിരുവചനത്തിൻ്റെ 2 ഭാഗങ്ങളും നാം പരിശോധിക്കുമ്പോൾ, നാം ധ്യാനിക്കുമ്പോൾ ഏറെ പ്രധാനമായി നാം ചിന്തിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, യേശു പരീശന്മാർക്ക് ശാബത്തിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെ വിമർശിക്കുകയാണ്. അവർ ശാബത്തിനെ ഒരു ആചരണമായി, ഒരു കൽപ്പന ആചരിക്കുന്നത് മാത്രമായി കണക്കാക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിനെ ക്രിസ്തു വിമർശിക്കുകയാണ്. 2ാമത്തെ കാര്യം, ആദ്യ ഭാഗത്ത് നാം വായിച്ചത് ശിഷ്യന്മാർക്ക് വിശന്നു. ആ വിശന്നപ്പോൾ അവർ അവിടെ ഉണ്ടായിരുന്ന കതിര് പറിച്ച് ഭക്ഷിച്ചു. 2ാം ഭാഗത്ത് യേശു കൈ ശോഷിച്ച ഒരു മനുഷ്യന് സൗഖ്യം കൊടുക്കുകയാണ്. വേദനിക്കുന്ന, പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യന് അവൻ ആ വേദനയിൽ നിന്നുള്ള, പ്രയാസത്തിൽ നിന്നുള്ള വിടുതൽ ശാബത്തിൽ നൽകുകയാണ്. ആദ്യ ഭാഗത്ത് വിശന്നപ്പോൾ ആഹാരവും, 2ാം ഭാഗത്ത് പ്രയാസപ്പെടുന്നവന് സൗഖ്യവും. ഇത് രണ്ടും ശാബത്തിൽ ക്രിസ്തു നൽകുകയാണ്. അല്ലെങ്കിൽ ശാബത്തിൽ ഇത് ചെയ്യുന്നത് നല്ലതാണെന്ന് ക്രിസ്തു പറയുകയാണ്. ഇവിടെ ക്രിസ്തു പറയുന്നത് മനുഷ്യനാണ് ശാബത്തല്ല വലുത്. ശാബത്ത് മനുഷ്യന് വേണ്ടിയാണ് ഉണ്ടാക്കപ്പെട്ടത്, മനുഷ്യൻ ശാബത്തിന് വേണ്ടിയല്ല. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതവുമായി വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ഒക്കെ വിശുദ്ധ ആരാധനയിൽ, വിശുദ്ധ കുർബാനയിൽ, പ്രാർത്ഥനകളിൽ, നോമ്പുകളിൽ ഒക്കെ പങ്കെടുക്കുന്നവരാണ്. ഇതൊക്കെ വെറും ആചാരമായി മാത്രം മാറാതെ, അതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് നാം ക്രിസ്തുവിനോടുള്ള, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ആകുവാൻ ക്രിസ്തു നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവചനം 58ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ശാബത്തിൽ നിന്റെ കാൽ നിയന്ത്രിച്ച് കർത്താവിൻ്റെ ദിവസത്തെ സന്തോഷമെന്ന് അതിനെ ബഹുമാനപൂർവ്വം ആചരിച്ചാൽ നിനക്ക് 3 പ്രതിഫലങ്ങൾ കിട്ടും. 1, നിന്റെ രാജ്യത്തിൻ്റെ ഉന്നതങ്ങളിൽ നിന്നെ വാഹനമേറ്റും. 2, നിന്റെ പിതാവായ യാക്കോബിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കും. 3, നീ കർത്താവിൽ ആനന്ദിക്കും. അതായത് ഇവിടെ പ്രവാചകൻ പറയുന്നത് ശാബത്ത് ആചരണത്തെക്കുറിച്ചാണ്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നാം താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ശാബത്ത് ആചരണം മാത്രമല്ല, നാം നടത്തുന്ന ഓരോ സ്പിരിച്വൽ എക്സസൈസും, പ്രാർത്ഥനയാകാം, വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്നതാകാം, നോമ്പുകളാകാം, ഉപവാസമാകാം, എന്തുമാകാം, അതൊക്കെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി, അതിനെ സന്തോഷമെന്ന് കരുതി, അതിനെ ദൈവം എനിക്ക് തരുന്ന ഒരു സമ്മാനമെന്ന് കരുതി, എനിക്ക് ദൈവവുമായിട്ട് പങ്കിടുവാൻ കിട്ടുന്ന ഒരു അവസരം എന്ന നിലയിൽ നാം കണക്കാക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രതിഫലം കിട്ടും. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് എനിക്ക് കർത്താവിൽ ആനന്ദിക്കാൻ സാധിക്കും എന്നുള്ളതാണ്.
ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഓരോ കാര്യങ്ങളും, നാം ചെയ്യുന്ന ഓരോ അനുഷ്ഠാനങ്ങളും ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ആകുവാൻ നമുക്ക് ഇടയാകണം. ഒരു കാര്യം, നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ക്രിസ്തു ഈ നമ്മുടെ ധ്യാനചിന്തയിൽ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ക്രിസ്തു പറയുന്ന ഒരു വചനമുണ്ട്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മുടെ കാര്യങ്ങളൊക്കെ ആചരണമായി മാത്രം നിലനിന്നുകൊണ്ട് മാനുഷികമായ ഒരു മൂല്യങ്ങളും അതിൽ കാണാതെ പോകുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും കരുണ മുന്നിട്ട് നിൽക്കുവാൻ സാധിക്കണം. നമ്മുടെ ചുറ്റുമുള്ള സഹജീവികൾക്ക് എന്താണ് ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു ദൈവികമായ ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ളവരോട് കരുണ തോന്നുന്നതാകുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ഇന്നത്തെ ഈ വചനചിന്ത നമ്മുടെ ഉള്ളിലേക്ക് തരുന്നത്. ക്രിസ്തു പറയുന്നു, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമതായി പറയുന്നു, ശാബത്തിൽ നല്ലത് ചെയ്യുന്നത് വിഹിതമാണ്. ഈ രണ്ട് ചിന്തകളും ഈ ഒരാഴ്ച നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ധ്യാന ചിന്തകളായി ഏറ്റെടുക്കാം. സഭയുടെ ശുദ്ധീകരണത്തിലേക്ക് കടക്കുന്ന ഈ ഒരു അവസരത്തിൽ ബാഹ്യമായ അലങ്കാരങ്ങൾ കൊണ്ട് മാത്രമല്ല, മറിച്ച് നന്മയും സുഹൃതങ്ങളുമാകുന്ന ആത്മീയ അലങ്കാരങ്ങൾ കൊണ്ട് നിറയുവാൻ, ദൈവത്തിങ്കിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുവാൻ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, ഓരോ പ്രാർത്ഥനകളും, നാം അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനകളും, നാം ചെയ്യുന്ന വചന ധ്യാനങ്ങളും എല്ലാം ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ദൈവത്തോടു കൂടെ ആയിരിക്കുവാനുള്ള ഒരു അവസരമെന്ന് കരുതി അതിലൂടെ മറ്റുള്ളവർക്ക് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള കരുണ ചൊരിയുവാൻ, നമ്മുടെ ഉള്ളിൽ നിന്നുള്ള നന്മകൾ ചൊരിയുവാൻ ഈ ഒരു ധ്യാനചിന്ത നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.